നമ്മുടെ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം 4 പേരെ തെരുവ് നായകൾ കടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീടുകളൊക്കെ സന്ദർശിച്ചു. അന്ന് തന്നെ ഞങ്ങളൊരു മീറ്റിംഗൊക്കെ വിളിച്ചു ചേർത്ത് ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ തെരുവ് നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാമെന്നുള്ളൊരു തീരുമാനമായി. പിന്നെ ഞങ്ങൾ അടുത്ത തീരുമാനം എന്താ വെച്ചാൽ ABC നടപ്പാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. തൽക്കാലത്തേക്ക് എന്നുള്ളത് ഞങ്ങൾ തെരുവ് നായ്ക്കളെ പിടിച്ച് കൊണ്ടുവന്ന് പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ തരത്തിലും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന നാശല്യം ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതിനെ ഇപ്പം നമ്മളൊരു പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ABC സംവിധാനം കണ്ട്, നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ABC സംവിധാനം കണ്ട് നമ്മൾ അവരെ വന്ധീകരിക്കാനുള്ള പരിപാടിയും ഇതിനെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ച് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ വളർന്ന മക്കളുടെയും നമ്മുടെ നാട്ടിലെ മറ്റുള്ള ജനങ്ങളുടെയും സുരക്ഷിതമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി പഞ്ചായത്ത് ഏത് അറ്റം വരെ ഞങ്ങൾ പോകാനും അതിന് നടപടി സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതിന് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തെരുവുനായ ആക്രമണത്തിൽ ചിലർക്കൊക്കെ പരിക്കുപറ്റുകയുണ്ടായി. അത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ പല സംഭവങ്ങളും ഈ തെരുവുനായ ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെ ആലങ്കോട് പഞ്ചായത്തിൽ നടന്നപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരുമായിട്ട് നമ്മൾ കൂടിയാലോചിച്ചു. മൃഗസംരക്ഷണ വകുപ്പുമായിട്ടും വെറ്റിനറി സർജനുമായിട്ട് ആലോചിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പേവിഷബാധ, താൽക്കാലിക ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഒരു പേവിഷബാധയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. മാത്രമല്ല, ഇതോടുകൂടി നമ്മൾ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ സാങ്കേതിക വശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ തെരുവുനായ്ക്കളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും ആലങ്കോട് പഞ്ചായത്ത് എന്നും മുൻപന്തിയിലുണ്ടാവുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പഞ്ചായത്തിലെ നായ്ക്കളുടെ ശല്യം ഒരുപാട് കൂടുതലാണ്. പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ ഈ ഭാഗത്ത് വന്ന ഉടനെ നമുക്ക് കേൾക്കുന്ന പരാതികളാണ്. ഇവിടെ അക്രമാസക്തമായ നായകളൊന്നും അല്ല, പക്ഷെ കുട്ടികളടക്കം, സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന വഴിയായതുകൊണ്ട് നായ്ക്കളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയപ്പെടുകയും പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ്. തുടർന്ന് ഇപ്പോൾ നായ്ക്കളുടെ ശല്യം ഏറി വന്നു. നായ്ക്കൾ കടി മൂലം 3-4 പേർക്ക് പരിക്ക് പറ്റി. അപ്പോൾ ഇതിന് തുടർ നടപടികൾ എന്നുള്ള രീതിയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ വാക്സിനേഷൻ പരിപാടി തുടർന്നിരിക്കുന്നത്. വിഷബാധ ഉള്ള നായ്ക്കൾ കടിച്ചു കഴിഞ്ഞാലുള്ള ഭീകരാവസ്ഥ നമുക്കെല്ലാം അറിയാം. അത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. അപ്പോൾ അതിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് ആദ്യം വാക്സിനേഷൻ കൊടുക്കലാണ് തെറാപ്പി. ഇതിനും തുടർ നടപടിയായി ഇത് മുന്നോട്ട് പോകാൻ ആലങ്കോട് പഞ്ചായത്ത് ഉണ്ടാവും.